പോപ്പടല്ലേ നിന്ന് മുൻകൂട്ടി അനുവാദം ഞാൻ ചോദിച്ചു ഇവിടെ വന്ന് കിടന്ന് എന്നെ ശല്യം ചെയ്യല്ലേന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി ഇല്ലത്. ചാമ്പാവന്റെ കാലത്ത് പുല്ലെടുത്ത് കളയാൻ പറഞ്ഞാൽ എനിക്ക് എടുത്തു നല്ല ടേസ്റ്റ് ഇത് വേണ്ട. എന്തോ ചാർജ എടുത്തോണ്ടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. നിങ്ങളുടെ മിക്സിയുടെ സൗണ്ട് കേട്ട് കിടന്നത്. രാവിലെ ഒരു ഗ്ലാസ് ചാർജം പിടിച്ച് വീണ്ടും കിടക്കാം. ചെല്ലു കൊച്ചേട്ടാ, വൈകുന്നേരം ഉണ്ടാക്കിത്തരാം. അല്ലെങ്കിൽ ഇത് കുടിച്ചോ. അതെന്താന്നോ, ഈ പെണ്ണ് രാവിലെ മുതൽ വഴക്കാതെ വേണ്ട. അല്ല എനിക്കിപ്പോ ചുമ്മാരി ഇപ്പൊ തരാൻ ഷാർജ ഉണ്ട്, അതറിഞ്ഞാൽ മതി. അതൊരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗ്ലാസ്. ഇച്ചിരി ഉള്ളതെന്നല്ല, നിങ്ങൾക്ക് എനിക്കൊരു ശകലം ചാർജ് തരാനില്ല. എടാ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ബാക്കി കഴിക്കാനുള്ള ഒരാളാണോ? അപ്പൊ എനിക്ക് എന്റെ ഈ വീട്ടിൽ എനിക്ക് എന്ത് സ്ഥാനമുള്ളത് പറ. എടാ നിനക്ക് ഉണ്ടാക്കി തരാന്ന്. അത് ഞാൻ കുടിക്കാൻ ഞാൻ നല്ല ഉറക്കം. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആവും, എന്നെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞു. നല്ല ഉറക്കം. അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. നിങ്ങളെ ജാമാന്റെ മിക്സി ഇട്ട് കറേന്നുണ്ടാക്കിട്ട് എന്നെ ഉണർത്തി ഒന്നുകിൽ നിങ്ങൾ അത് രഹസ്യമായിട്ട് അകത്ത് നിന്ന് കുടിക്കണമായിരുന്നു. എന്നെ കാണെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊതിപ്പിച്ച് കുടിക്കാൻ ഇവിടെ കുടിച്ചോ നീ. ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് 16 പേർക്ക് വിളമ്പാനുണ്ട്. അവള് എന്റെ എടാ അതിനകത്തൊരു ഇച്ചിരി കോളം എനിക്ക് തന്നേ ഉള്ളൂ. ഇത്ര ഇവിടെ വരെ ഈർപ്പം പറ്റിട്ടുണ്ട്. നിങ്ങളുടെ തക്കുടുമോൻ ഉണ്ടായിരുന്നു നിങ്ങൾ കൊടുക്കുമായിരുന്നു. എടാ 5 വയസ്സ് 50 വയസ്സ് തമ്മിൽ വ്യത്യാസം ഇല്ലേ? അപ്പൊ വ്യത്യാസം അതെനിക്കറിഞ്ഞാ മതി. വ്യത്യാസമുണ്ട്. ഞാനാണ് ഇവിടെ വന്ന് അട്ടിപ്പേര് കിടക്കുന്നവനാണല്ലോ. പാലുണ്ടായിരുന്നില്ല, ഒരു അരക്കവർ പാലുണ്ടായിരുന്നുള്ളൂ. പാലുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു തുള്ളി ഇതാണ്ട് ആ അച്ചാറ് തരുന്നുള്ള ഒരു തുള്ളി ഇട ഇത് ഉള്ളെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് ഇതിനിങ്ങനെ കൊതിക്കണക്ക് പറയണം. കൊതിക്കണക്കല്ല, അത് നിങ്ങളെ കാണിച്ച് ശരിയല്ല. കൊതിക്കണക്ക് ഞാനോ? മക്കളൊരു കാര്യം കേൾക്കണം. ഒരു ദിവസം ഞാൻ പണി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ എന്റെ കയ്യിൽ ബീഫിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് ഇവരിവിടെ കിടന്ന് എന്തോ ഉറന്തലായിരുന്നു അറിയോ. ഞാൻ പിന്നെ രാത്രി പോയി പെരട്ടുകടയിൽ ഞാൻ മേടിച്ചോണ്ട് കൊടുത്തവർക്ക് ഇല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു അമ്മ ചെയ്തു, പക്ഷെ മോള് ചെയ്ത് ഞാൻ കരുതി. എനിക്ക് വേണ്ട. ഇങ്ങനെ ചെയ്തായിരുന്നു. ഒരു ശകലം നിങ്ങൾക്ക് എനിക്ക് എടുത്ത് മാറ്റി വെച്ചേടാ. നിന്നെ മൂടായിരുന്ന അത് ചെയ്തില്ല നിങ്ങള് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഉണ്ടായിരുന്നുണ്ടല്ലോ, എന്നെ വിളിച്ചിരുത്താതെ അടിക്കത്ത് പോലുമില്ലായിരുന്നു. ഞാനതാണല്ലോ. എന്റെ ലില്ലിപ്പട്ട ഉണ്ടായിരുന്നാലും ചെയ്യത്തില്ലായിരുന്നു. ഇതെടാ ബിരിയാണി ഒന്നുമല്ല, ഒരു ഇച്ചിരി പഴവരിപ്പുണ്ടായി. ഞാനൊരു കൊതിയനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആണോ? ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി തരാം. വേണ്ട, എനിക്ക് വൈകിട്ട് വേണ്ട. എനിക്ക് ആവറുണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഷാർജ കുടിച്ചില്ല. നിങ്ങൾ എന്നെ മതിയായോ നിനക്ക്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിച്ചാൽ ഓർക്കണം. നമുക്ക് കുറച്ചെടുത്ത് മാറ്റിക്കൂടായിരുന്നോ? അതൊക്കെ ഞാൻ നിന്റെ ഉടുക്കത്തെ കൊതി തീരണ്ടേ?